ഇത് മുഴുവൻ കോമ്പോട് കൂടി ചെത്തിയെടുക്കുന്നത്. ഈ ചെത്തിയെടുക്കാത്ത എങ്ങനെയാന്ന് വെച്ചാൽ ഈ അടിയിലാണ് ഈ റാണി മുട്ടയിടുന്നത്. ആ യൂട്യൂബ് വീഡിയോ എടുത്തു ഞങ്ങൾ ഇന്ന് ചിലട്ട് വരുന്നത്. പെണ്ണുങ്ങൾക്ക് ചെയ്യാനാണ് പഠിക്കുന്നത്. സ്ത്രീകൾക്ക് ഈ കുടുംബശ്രീ പെണ്ണുങ്ങൾക്ക് ഇതിന്റെ കെട്ട് വലിക്കാം, ഇത് ചൂടാക്കാണ് വെച്ചേക്കുന്നത്. ഇതിങ്ങനെ മാറ്റും. ഇപ്പൊ നിങ്ങളോട് പറയുന്നത് ഇത് തുറക്കുമ്പോൾ എന്ത് കാണാം? തേങ്ങ. നേരത്തെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഫ്രെയിമെ പിടിപ്പിച്ചിട്ട് കറക്കിയെടുക്കുക. ഇപ്പൊ നമ്മൾ മുമ്പ് ആടെ കാണുന്ന പാത്രം വെച്ച് കൊടുത്തത്. ഇത് കണ്ടോ, പാത്രം നിറച്ച് എന്തായിരിക്കുന്നത്? ശുദ്ധമായ സാധനം. ഇതിങ്ങി ചെത്തി ഇങ്ങ് എടുത്താ പോരെ. ഈ പാത്രം എടുത്തിട്ട് അടുത്ത പാത്രം വെച്ചാൽ തേനീച്ച എന്ത് ചെയ്യുള്ളൂ? പിന്നെയും പറഞ്ഞോളൂ. അപ്പൊ ഈ നമ്മുടെ ഇടുക്കി ജില്ല വരുന്ന നല്ല നല്ല പൈസയും കൊണ്ട് വരുന്നവൻ ചിന്തിക്കുന്ന നല്ല സാധനം വേണമെന്ന്. അത് ഒരു തവണ കൊടുത്താൽ 2 തവണ കൊടുത്താൽ പിന്നെ അവൻ സ്ഥിരം വരും. നമ്മൾ ഇതിനിടയ്ക്ക് ഈ പഞ്ചസാരയെ കൊണ്ട് കൊടുത്താലോ പിന്നെ ഇന്നത്തെ വരിക. അപ്പം ഈ കണ്ടോ, ഇതേപോലെ തന്നെയാണ്. ഇങ്ങനെ നമുക്ക് അങ്ങനെ കൊണ്ട് എടാ നീ ഒരു പണി ചെയ്തോ, നീ ഇങ്ങനെ ഇങ്ങോട്ട് വാ, നീ ഇങ്ങോട്ട് നമുക്ക് എന്നിട്ട് പിഴിയാ. ഏത് ഇത് പിഴിഞ്ഞാലും തേനാണല്ലോ. നീ ലിക്വിഡ് ആയിട്ട് കൊണ്ടുവന്ന ഇടാ. എനിക്ക് ഒന്നും അറിയത്തില്ല തേന, എനിക്ക് തേനാണെന്ന് അറിയാൻ പറ്റത്തില്ല. ഇങ്ങനെ അവനെ അങ്ങ് പഠിപ്പിക്കണം. നിറഞ്ഞിട്ട് അതിന് മുകളിലൂടെ പണിയാണ്ടോ. ഈച്ച കൂടുതല. അപ്പൊ ഇത് ഇപ്പൊ ഇങ്ങനെയാ തേൻ. ഇങ്ങനെ അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ പറയുന്ന വിലക്ക് എടുക്കാൻ ആരുണ്ട്? ഇതിങ്ങനെ പഠിപ്പിക്കണമെന്നേ ആൾക്കാർ. പിന്നെ അവരുണ്ടാക്കുന്നതല്ലേ ഇത്? അവരുണ്ടാക്കുന്നതേ. നിങ്ങൾ കൈ കാണിച്ചു ഇത് നാക്കം പൊട്ടിക്ക്. ഈ രണ്ടുപേരുടെ ഈ സാധനമാണ് മറ്റേ രുചി. അവന് കുപ്പിയേറ്റ് തലക്കെട്ടടി വന്ന നമ്മള് കടയിൽ കസ്റ്റമറെ വഞ്ചിച്ചാലുണ്ടല്ലോ കിട്ടുന്ന പെരയ്ക്ക് ജമ്മത്ത് വെളിച്ചം കാണിയാൽ. അത് പ്രത്യേകിച്ച് തേനില് ഇതൊക്കെ കൊടുത്തേച്ച് ഊരുറപ്പിച്ച് വീട്ടിയിരിക്കും. ഇതെല്ലാം ചേട്ടന്റെ അല്ലേ? ഈ ഇതല്ല ഇങ്ങനെ 14,000 കൂടുന്നുണ്ട്. 14,000 കൂടും. നിങ്ങൾ സംസാരിക്കുന്നത് ഈ കേരളത്തിലെ ഏറ്റവും വലിയ കർഷകനോടാ. 95 പേർക്ക് ജോലി കൊടുക്കുന്ന കർഷകനോടാണ് നിങ്ങൾ സംസാരിക്കുന്നത്. അപ്പം 14,000 കൂടുതലല്ലേ? അപ്പം കേരളത്തിൽ എവിടെയാണോ തേന്റെ സാധ്യത അവിടെ ഞങ്ങളുടെ കൂടു വെക്കും. കേരളം മൊത്തം വെക്കും. കേരളം മൊത്തം വെക്കുക. നിരവധി പേർക്ക് തൊഴിൽ കൊടുക്കുക. നമ്മളെ തേടി ആൾക്കാർ നല്ല തേനി വരും. വേറൊരു പ്രത്യേകത, നമ്മള് റബ്ബറിനകത്ത് വെച്ചാൽ റബ്ബറിന്റെ പൂവാണ് വരുന്നത്. ഇത് ഈ കാടായതുകൊണ്ട് പല അടിപൊളി കാണുന്നില്ലേ പൂവ്. ഇത് ഈ മരങ്ങളെല്ലാം പൂച്ച് കിടക്കുന്നു. റബ്ബറിനകത്ത് വെച്ചാൽ റബ്ബറിന്റെ ഇത് കറക്കിയെടുക്കുന്ന ഈ ഇരിക്കുന്ന പെട്ടിയെല്ലാം കറക്കിയെടുക്കുന്ന എന്ന് പറഞ്ഞാൽ അതായത് കോമ്പിനകത്താണ് പണിയത്. ഈ ഹണി എക്സ്ട്രാക്ട് ചെയ്ത് കറക്കുക. അപ്പൊ ഇതിനകത്ത് അവൻ നിറച്ച് വെക്കുന്നത് തുള്ളി തുള്ളിയായിട്ട് വെക്കുക. നമ്മള് പിഴിഞ്ഞെടുക്കാനേ പറ്റുള്ളൂ. അല്ല ഇത് വേണേ ഇങ്ങനെ എടുത്ത് പിഴിയാം. മറ്റവൻ ഇങ്ങനെ കറക്കി എടുക്കുക. എന്തിനു കൊടുത്തിട്ട്? തീറ്റ കൊടുത്തേച്ച്. ഏത് അവൻ വെക്കുന്ന റബ്ബർ തോട്ടത്തിലല്ലേ, ഒരു തീറ്റയില്ല. ഇവൻ ആ കടയിൽ ചോദിച്ചാ ഇവൻ കൂട് വെച്ചേക്കുന്നതിന് പരിസരത്തുള്ള പലകട ചോദിച്ചാൽ മതി. ഇവനെടുത്ത പഞ്ചസാര ചാക്കിന്റെ കണക്ക് പറയും. നമുക്കറിയാൻ പറ്റില്ല അവിടെ എന്നാ പൂരിട്ടാ കൂടാനായിട്ട് അവൻ വെക്കുന്നത് പഞ്ചസാരയാണ്. അപ്പൊ ഇതിനകത്തേക്ക് നോക്കിയോ, ഇത് തേനീച്ച ഇതിനകത്തെല്ലാം നിറച്ചെന്ത് വെക്കും? തേൻ വെക്കും. നമ്മള് ഇതിന് പകരം എന്ത് വെക്കുക? പാത്രം വെക്കുക. പാത്രത്തോടെ ഇങ്ങനെ പാത്രത്തോടെ കൊടുത്തേക്കുക. അപ്പൊ ഒറ്റ പാത്രം മേടിക്കാൻ നിർവാഹം ഇല്ലാത്തവനാ നമ്മൾ ചെറിയ പാത്രത്തിലേക്ക് ആക്കുന്നു. നല്ല ശുദ്ധമായ തേൻ വേണമെങ്കിൽ ഇനി ആൾക്കാർ ഹണിനഗറി വന്നോളും. പറഞ്ഞു ഈ ആൾക്കാർ വഞ്ചിതരാകാതിരിക്കാനുള്ള കാര്യങ്ങൾ മാത്രം നമ്മൾ പറഞ്ഞാൽ പോരെ. ഇപ്പൊ ഈ പിള്ളേര് വന്നു. ഇപ്പൊ ഈ പിള്ളേര് തിരിച്ചു കഴിയുമ്പം ഒരു സ്ട്രീറ്റ് ഫുഡ് കേരള എന്ന് പറഞ്ഞൊരു ഏജന്റ് വന്നു. പുള്ളി 1500-1000 പേരാ പുള്ളിക്ക് ഇത് കണ്ടോണ്ടിരുന്നത്. ഇത് എന്റെ തേന്റെ ഓർമ്മ 4 ലക്ഷം പേരാ കയറി. പുള്ളി ചേട്ടാ എനിക്ക് ലോട്ടറി അടിച്ചത് ചേട്ടനെ ഒന്ന് കണ്ടത്. ഞാൻ ബുക്ക്